സംഖ്യാപുസ്തകം അധ്യായം 20. പിന്നീട് ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും 1-ാം മാസം സീൻ മരുഭൂമിയിലെത്തി. ജനം റിക്കേമിൽ പാർത്തു. അവിടെ വെച്ച് മറിയാം മരിച്ചു. അവളെ അവിടെ സംസ്കരിച്ചു. ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അപ്പോൾ അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂടി. ജനം മോശയോടും അഹരോനോടും കലഹിച്ചു, ഞങ്ങളുടെ സഹോദരന്മാർ ദൈവസന്നിധിയിൽ മരിച്ചപ്പോൾ ഞങ്ങളും മരിച്ചു പോയിരുന്നു എങ്കിൽ നന്നായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും ഇവിടെ കിടന്ന് ചാകേണ്ടതിന് നിങ്ങൾ ദൈവത്തിൻ്റെ സഭയെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്തിന്? ഈ ചീത്ത സ്ഥലത്ത് ഞങ്ങളെ എത്തിക്കുവാൻ നിങ്ങൾ മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന്? ഇവിടെ വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവും ഇല്ല, കുടിപ്പാൻ വെള്ളവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മോശയും അഹരോനും സഭയുടെ മുമ്പിൽ നിന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് കവിണ്ണ് വീണു. ദൈവ തേജസ് അവർക്ക് പ്രത്യക്ഷമായി. ദൈവം മോശയോട്, നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണെ പാറയോട് കൽപ്പിക്കാം, എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണം എന്ന് കൽപ്പിച്ചു. തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ദൈവസന്നിധിയിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പിൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞു. മോശ കൈയുയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. പിന്നെ ദൈവം മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണെ എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് പ്രവേശിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. ഇത് ഇസ്രായേൽ മക്കൾ ദൈവത്തോട് കലഹിച്ചതും അവൻ അവരിൽ ശുദ്ധീകരിക്കപ്പെട്ടതുമായ കലഹജലം. അനന്തരം മോശ റിക്കേമിൽ നിന്ന് ഏദോം രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് പറയിച്ചു, നിന്റെ സഹോദരനായ ഇസ്രായേൽ ഇപ്രകാരം പറയുന്നു, ഞങ്ങൾക്കുണ്ടായ കഷ്ടതയെല്ലാം നീയും അറിഞ്ഞിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ പോയി വളരെ കാലം പാർത്തു. മിസ്രയീമ്യർ ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും പീഡിപ്പിച്ചു. ഞങ്ങൾ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവൻ ഞങ്ങളുടെ നിലവിളി കേട്ട് ഒരു ദൂതനെ അയച്ച് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഞങ്ങൾ നിന്റെ അതിരിലുള്ള പട്ടണമായ റിക്കേമിൽ എത്തിയിരിക്കുന്നു. ഞങ്ങൾ നിന്റെ ദേശത്ത് കൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞങ്ങൾ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല. ഞങ്ങൾ രാജപാതയിൽ കൂടി മാത്രം നടക്കും. നിന്റെ അതിർത്തി കഴിയും വരെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരികെയുമില്ല. ഏതോ അവനോട്, നീ എൻ്റെ നാട്ടിൽ കൂടി കടക്കരുത്, കടന്നാൽ ഞാൻ വാളുമായി നിനക്കെതിരെ പുറപ്പെടും എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ മക്കൾ അവനോട്,
ഞങ്ങൾ പെരുവഴിയിൽ കൂടി പോയിക്കൊള്ളാം. ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും നിന്റെ വെള്ളം കുടിച്ചു പോയാൽ അതിൻ്റെ വില തരാം. കാൽനടയായി കടന്നു പോകണമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ കടന്നു പോകരുത് എന്ന് പറഞ്ഞു. ഏദോം വളരെ സൈന്യത്തോടും ബലമുള്ള ഭുജത്തോടും കൂടി അവനെതിരെ പുറപ്പെട്ടു. തൻ്റെ അതിരിൽ കൂടി കടന്നു പോകുവാൻ ഏദോം ഇസ്രായേലിനെ സമ്മതിച്ചില്ല. ഇസ്രായേൽ അവനെ വിട്ട് മാറിപ്പോയി. അഹരോന്റെ നിര്യാണം. പിന്നെ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും റിക്കെമിൽ നിന്ന് പുറപ്പെട്ട് ഹോർ പർവ്വതത്തിലെത്തി. ഏദോം ദേശത്തിൻ്റെ അതിർത്തിയിലുള്ള ഹോർ പർവ്വതത്തിൽ വച്ച് ദൈവം മോശയോടും അഹരോനോടും അരുളി ചെയ്തു, അഹരോൻ തൻ്റെ ജനത്തോട് ചേരും. കലഹജലത്തിങ്കൽ നിങ്ങൾ എൻ്റെ കൽപ്പന മറുത്തതുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് അവൻ കടക്കുകയില്ല. അഹരോനെയും അവൻ്റെ മകൻ എലിയാസാറിനെയും കൂട്ടി അവരെ ഹോർ പർവ്വതത്തിൽ കൊണ്ടുചെന്ന് അഹരോന്റെ വസ്ത്രം ഊരി അവൻ്റെ മകനായ എലിയാസറിനെ ധരിപ്പിക്കണം. അഹരോൻ അവിടെ വച്ച് മരിച്ചു. തൻ്റെ ജനത്തോട് ചേരും. ദൈവം കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സർവസഭയും കാണെ അവർ ഹോർ പർവ്വതത്തിൽ കയറി. മോശ അഹരോന്റെ വസ്ത്രം ഊരി അവൻ്റെ മകൻ എലിയാസാറിനെ ധരിപ്പിച്ചു. അഹരോൻ അവിടെ പർവ്വതത്തിൻ്റെ മുകളിൽ വച്ച് മരിച്ചു. മോശയും എലിയാസാറും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അഹരോൻ മരിച്ചുപോയി എന്ന് സഭയെല്ലാം അറിഞ്ഞപ്പോൾ ഇസ്രായേൽ ഗൃഹമെല്ലാം അഹരോനെ കുറിച്ച് 30 ദിവസം വിലപിച്ചു കൊണ്ടിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.